ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചായൻ സിറ്റിസൺ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മുമ്പിൽ വന്നിരിക്കുന്നത് അടിപൊളി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് കൊണ്ടുവന്നത് മ്യൂസിയത്തിലേക്കാണ്. അതിനു മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടിട്ടാവുന്ന ബെല്ലുകൂടി നോക്കിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എൻ്റെ ആദ്യത്തെ പരിപാടികൾ കാണാം, മ്യൂസിയം കാണാം. അപ്പോൾ നിങ്ങളും വരുമല്ലോ കൂടെ. ഓക്കെ, ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ വണ്ടിയുടെ തിരക്ക് കാരണം നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. വല്ലാത്ത ബുദ്ധിമുട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ജീവനം കൊണ്ട് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നു. മനോഹരമായൊരു കാഴ്ചകളിലൊന്നാണിത്. നമ്മളിപ്പോൾ അടുത്ത റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിർമ്മാൺ ഭവനാണ്. നിർമ്മാൺ ഭവൻ മ്യൂസിയം. അങ്ങോട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. മനോഹരമായ കെട്ടിടമാണത്. മിനിസ്ട്രി എക്സ്റ്റേണൽ എയർഫോഴ്സിൻ്റെയാണ് കെട്ടിടം കാണുന്നത്. റോഡ് ക്രോസ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. നമ്മൾ മ്യൂസിയത്തിലൂടെ പ്രവേശിക്കാൻ പോവുകയാണ്. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രവേശിക്കാൻ പോവുകയാണ്. മോഹിനി അതിമനോഹരമായ രീതിയിലാണ് ഓരോ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ മ്യൂസിയത്തിലുള്ളതെല്ലാം വ്യത്യസ്ത രീതിയിലുള്ളതാണ്. അതിമനോഹരമായതാണ്. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും ഇപ്പോൾ മ്യൂസിയത്തിലുണ്ട്. മനോഹരമാക്കി വച്ചിരിക്കുകയാണ്. ഇപ്പം നല്ലൊരു കാഴ്ചയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചാന്ദിനി ചോക്കിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചാന്ദിനി ചോക്ക് ഇവിടെ നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. നമ്മുടെ ബാഗുകൾ, പേഴ്സുകൾ ഇവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ സൂക്ഷിക്കണം. കാര്യം നമ്മൾ പോലും അറിയത്തില്ല നമ്മുടെ പേഴ്സും കാര്യങ്ങളും പോകുന്ന കാര്യം. ഇതൊരു വലിയ മാർക്കറ്റാണിത്. ഇതൊരു വലിയ മാർക്കറ്റാണ്. നമ്മൾ കാറുകൾ, 4 വീല് വാഹനങ്ങൾ, കാറുകൾ അങ്ങനെയുള്ളതൊന്നും നമ്മളിത് കയറ്റാൻ പാടില്ല, കയറ്റാൻ പറ്റത്തില്ല. പക്ഷേ ഓട്ടോറിക്ഷ, ഇതുപോലുള്ള റിക്ഷകൾ, ഇതൊക്കെ ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കാർ ഐറ്റംസ്, ടെമ്പോയോ അങ്ങനെ ഒരു വലിയ വണ്ടികളൊന്നും ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. ഇവിടെ ഇത്രയും തിരക്ക് കാരണമാണ് ഈ മോഷണങ്ങൾ കൂടുതൽ നടക്കാറുള്ളത്. നമ്മൾ പോലും അറിയത്തില്ല നമ്മുടെ ഇന്ന് ഓരോ സാധനങ്ങൾ പോകുന്നത്. ഈ മാർക്കറ്റിൽ എല്ലാം സുലഭമായിട്ട് കിട്ടും. എല്ലാ സാധനവും ഇവിടെ ഈ മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ്. എപ്പോഴും തിരക്കാണ് ഈ മാർക്കറ്റിൽ. ഈ കാണുന്നത് അണ്ടർഗ്രൗണ്ട് പാസേജാണ്. നമ്മളെ ലിഫ്റ്റ് അവിടെ ഇറങ്ങി ഈ റോഡിൻ്റെ അടിയിലുള്ള പാസേജാണ്. ഇത്രയും ട്രാഫിക് കാരണമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നടത്തുന്ന ഓരോ ഷോപ്പുകളും പ്രത്യേക രീതിയിൽ, കാരണം ഒരു ഭാഗത്ത് മാത്രം സാനിറ്ററി ഉണ്ടെങ്കിൽ മറ്റേ ഭാഗത്ത് മാത്രം ഗ്രോസറി സാധനങ്ങൾ, വേറൊരു ഭാഗത്ത് മാത്രം നമ്മുടെ ഇൻവിറ്റേഷൻ കാർഡുകൾ, അങ്ങനെയൊക്കെയാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. ഇവിടെ മൊത്തം വെഡ്ഡിങ് കാർഡാണ് വിൽക്കുന്നത്. വെഡ്ഡിങ് കാർഡ്, കല്യാണ ആവശ്യത്തിനും എല്ലാമുള്ള ആവശ്യത്തിനുള്ള വെഡ്ഡിങ് കാർഡുകളാണ് കൂടുതലും വിൽക്കാറുള്ളത്. കാർഡ്സാണ് വിൽക്കുന്നത്. ഇത് അതിൻ്റെ മാർക്കറ്റാണ്. ഈ പോർഷൻ മൊത്തം അതിൻ്റെയാണ്. നമ്മൾ നേരത്തെ കണ്ടത് വീടിൻ്റെ ആവശ്യമായുള്ളത് സാധനങ്ങൾ. ഇവിടെ എല്ലാം വെഡ്ഡിങ് കാർഡുകളാണ്. ഇങ്ങോട്ട് കയറുന്നത് മൊത്തം വെഡ്ഡിങ് കാർഡുകളാണ്. എല്ലാം വെഡ്ഡിങ് കാർഡ്സിൻ്റെ ഏരിയയാണ്. വെഡ്ഡിങ് കാർഡ് പലതരത്തിലുള്ള കാർഡുകളാണ്. അത് മാത്രമേ ഉള്ളൂ ഈ സൈഡിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ. ഇത് ജമാ മസ്ജിദിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ജമാ മസ്ജിദിൻ്റെ ബാക്ക് സൈഡ് നല്ലതായിട്ട് മഴ പൊടിയുന്നുണ്ട്. നല്ല മഴ പൊടിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജമാ മസ്ജിദാണ്. ജമാ മസ്ജിദ്, ഈ സ്ഥലത്തിൻ്റെ പേരും ജമാ മസ്ജിദ് എന്നാണ്. ജമാ മസ്ജിദ് മായ കരീം ഹോട്ടലാണ് നിൽക്കുന്നത്. ഏതാണ്ട് ഒരു 106 വർഷത്തോളം പഴക്കമുള്ള ഹോട്ടലാണ്. ഫേമസ് ഹോട്ടലാണിത്. ഫേമസ് ഹോട്ടൽ, ഇത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ടായതുകൊണ്ട് ഇവിടെ ഒരുപാട് തന്നെ ഒരുപാട് കരീം ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരുപാട് പ്രസ്ഥാപനം ഉണ്ട് ഇവിടെ.
കരിങ്ങോട്ട്. നമ്മൾ ബുരാരിയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ട്രെയിൻ കാത്തിരിക്കുകയാണ്. മെട്രോ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മെട്രോ സ്റ്റേഷൻ ജമാ മസ്ജിദിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നാണ് കയറുന്നത്. നമുക്ക് ബുരാരിയിലോട്ടാണ് പോകേണ്ടത്. ഒരുപാട് ഭാഗം തന്നെ ഭൂമിയുടെ അടിയിൽ കൂടെയാണ് ട്രെയിൻ പോകുന്നത്. പിന്നെ അല്ലാതുള്ള ഓപ്പൺ ഏരിയ ട്രെയിൻ പോകാറുണ്ട്. ഇവിടെ അടുത്ത മെട്രോ വന്നു കഴിഞ്ഞു. ഇതാണ് ഡൽഹി മെട്രോ സ്റ്റേഷനാണിത്. നമ്മൾ കയറുന്നത് ജമാ മസ്ജിദ് കാശ്മീർ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. നമുക്ക് പോകണമെങ്കിൽ അടുത്ത ട്രെയിൻ ഒന്നുകൂടെ മെട്രോയ്ക്ക് അറിയാൻ പറ്റൂ. ഈ മെട്രോ അല്ല, നമുക്കുള്ള മെട്രോ അടുത്ത വരും. ആ മെട്രോ നമുക്ക് കയറണം. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഒരു സാധനം നല്ലതാണ്. എപ്പോഴും സേഫ്റ്റിയാണ്. നമ്മുടെ സൈഡിൽ ട്രെയിൻ വന്നിരിക്കുകയാണ്. എപ്പോഴും സേഫ്റ്റിയാണ്. അങ്ങോട്ട് നമുക്ക് ട്രെയിൻ വന്ന് നിന്നാലേ ഓപ്പൺ ചെയ്താലേ ഈ ഡോർ തുറക്കത്തുള്ളൂ. അത് സേഫ്റ്റി തന്നെയാണിത്. നമ്മൾ ഓപ്പൺ ചെയ്ത് ഇനി നമുക്ക് കയറാം. അപ്പോൾ നമ്മൾ കയറുകയാണ്. നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമായി. നമ്മളങ്ങനെ ഇറങ്ങി. ഇനി നമ്മൾ അങ്ങോട്ട് ഗേറ്റ് കിടക്കാൻ പോവുകയാണ്. ഇവിടെ ലിഫ്റ്റ് വന്നിറങ്ങിയത് റോഡിൽ തന്നെയാണ് വന്നിറങ്ങി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം. പുതിയൊരു വീഡിയോസ് ഞാൻ കൊണ്ടുവരുന്നു. അതുവരേക്കും ബൈ. ഓക്കെ.